നമസ്കാരം, എൻ്റെ പേര് അഭിനവ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്ന 9ാം ക്ലാസ് ഫിസിക്സിലെ മലയാളം മീഡിയത്തിലാണ്. മലയാളം മീഡിയത്തിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ നമ്പർ 3, മൂന്നാമത്തെ ചാപ്റ്റർ ചലന നിയമങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പട്ടികയും അതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്ത ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ബാക്കിയുള്ളൂ. അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നോക്കിക്കോ, വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ നോക്കുക, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും എല്ലാ വീഡിയോയിലും പറയുന്ന ഇംഗ്ലീഷ് മീഡിയത്തിന് വേറെ പ്ലേലിസ്റ്റ്, മലയാളം മീഡിയത്തിന് വേറെ പ്ലേലിസ്റ്റ് ആക്കി പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനലിൽ കയറുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോ വേണ്ട ഈ ചാപ്റ്റർ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പറയുന്ന കാര്യം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, സെറ്റാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിന് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മൂപ്പരിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന് വേറെ, മലയാളം മീഡിയത്തിന് വേറെ ഉണ്ട്. മലയാളം മീഡിയത്തിൻ്റെ വിലയിരുത്താമിന് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം വിലയിരുത്താം ലെറ്റ്സ് അസസിന് വേറെ ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കെമിസ്ട്രീൻ്റെയും ബയോളജിയുടെയും കൂടെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഇനി എന്തായാലും ഒരുപാട് സമയം കത്തിയടിച്ച് പോകുന്നില്ല, നേരെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണെന്നാണ്. ഇതല്ല, ഇത് ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. ഷോട്ടിനെ നിശ്ചലമാക്കിയ ബലം ഘർഷണ ബലം എന്നുള്ള ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം വലിയൊരു ചോദ്യമാണ്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടേനും. ചോദ്യം സ്പീഡിൽ ഒന്ന് വായിച്ചുകൊണ്ട് പോകാം, നോക്കിക്കോ. 200 ഗ്രാം മാസുള്ള ഒരു പന്ത് 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. ഒരാൾ ഈ പന്ത് പിടിക്കുന്നു. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ബോൾ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഒരാൾ ഇവിടെ വെച്ചിട്ട് ആ ബോളിനെ ക്യാച്ച് ചെയ്യുന്നു. ഇത് കൈയാണെന്ന് വിചാരിക്കുക കേട്ടോ. ബോളിനെ ക്യാച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബോളിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോളിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 0 മാറും. നേരത്തെ ഇത്രയും നേരം ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരുന്ന പ്രവേഗം അവർ പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. ബോളിനാണെങ്കിൽ 200 ഗ്രാം മാസും ഉണ്ട്. നമ്മളിവിടെ ക്യാച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവേഗം 0 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 30 എന്ന് പറയുന്ന ആദ്യ പ്രവേഗവും 0 എന്നുള്ളത് അന്ത്യപ്രവേഗമായിരിക്കും. ഈ പോയിന്റ് അവിടെ മനസ്സിൽ നിന്നോട്ടെ. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു. ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. പന്തിനെ പിടിച്ച് നിശ്ചലമാക്കാനെടുത്ത സമയം താഴെ കൊടുത്ത പ്രകാരമാണെങ്കിൽ ഓരോ സന്ദർഭത്തിലും കയ്യിൽ അനുഭവപ്പെട്ട, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ സന്ദർഭത്തിലും കയ്യിൽ അനുഭവപ്പെട്ട ബലം എത്രയായിരിക്കും? അപ്പോൾ ബലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ബിയും സിയും ഒക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ എ വെച്ചിട്ട്, എയിൽ തന്നെ 3 1 2 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എ വെച്ചങ്ങ് തുടങ്ങുകയാണ്. തന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതി വെക്കണം. നമ്മൾ എ എന്നിട്ടിട്ട് അങ്ങ് തുടങ്ങുകയാണ്. 200 ഗ്രാം മാസുള്ള ബോളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നു മാസ് എം സമം 200 ഗ്രാം. 200 ഗ്രാമിൽ വെച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്യില്ല, SI യൂണിറ്റിലായിട്ട് മാറ്റണം. എന്ന് വെച്ചാൽ കിലോഗ്രാമിലേക്ക് മാറ്റണം. 200 ഗ്രാം എന്ന് പറഞ്ഞാൽ 200/1000, 1000 ആണ് അടിയുള്ളത്. 200/1000 കിലോഗ്രാമാണ് എന്ന് പഠിച്ചു വെക്കുക. അതെങ്ങനെ മനസ്സിലായി നോക്ക്. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 200 ഗ്രാം എന്ന് പറയുന്നത് 200/1000 കിലോഗ്രാം ആയിരിക്കും. ഈ സംഗതി അവിടെ പഠിച്ചു വെച്ചേക്ക്. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക കേട്ടോ. ശരി, അപ്പോൾ 200/1000 എന്ന് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവായിട്ട് താഴെയും മേലെയുള്ള ആൾക്കാരെ വെട്ടിക്കളയാം. താഴെ ഒരു 0, മേലെ ഒരു 0, താഴെ ഒരു 0, മേലെ ഒരു 0. അപ്പോൾ 2/10 എന്ന് വരും. 2നെ 10 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം അത് 0.2 എന്നാണ് വരിക. 0.2 കിലോഗ്രാം. അപ്പോൾ 0.2 കിലോഗ്രാം ആണ് ഈ ബോളിൻ്റെ മാസ് വരുന്നത്. 200 ഗ്രാമിനെ നമ്മൾ മാറ്റിയതാണ്. ശരി, ഓക്കെ. ഈ പന്ത് 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം കൂടി നമ്മളിവിടെ എഴുതുന്നു. പന്തിൻ്റെ ആദ്യ പ്രവേഗം u വരുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ്. 30 മീറ്റർ പെർ സെക്കൻഡ്. തൽക്കാലം യൂണിറ്റ് എഴുതുന്നില്ല, ഒരുപാട് കുളമായ പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ ഈ പന്തിനെ പിടിച്ച് നിശ്ചലമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവേഗം v 0 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറും. ഇനി ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടി സമം നോക്കൂ,
0.3 സെക്കൻഡ് ആയാൽ 0.3 സെക്കൻഡ് ആയാലുള്ള അവിടെ അനുഭവപ്പെട്ട ബലം എഫ് എത്ര എന്നുള്ളതാണ്. എഫ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എഫ് സമം എം എ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, എ തന്നിട്ടില്ല. എ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം. എടാ എം എന്ന് പറഞ്ഞാൽ എം തന്നെ. എ കണ്ടുപിടിക്കാൻ എ സമം വി മൈനസ് യു ബൈ ടി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എക്ക് പകരം വി മൈനസ് യു ബൈ ടി എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊള്ളൂല, മേലെ എഴുതാം. എഫ് സമം എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. എം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നോക്കുക, അത് 0.2 കിലോഗ്രാമാണ്. അപ്പോൾ 0.2 ഗുണിക്കണം വി മൈനസ് യു ബൈ ടി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ അത് 0 0 കുറയ്ക്കണം യു 30 ഹരിക്കണം ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ടി 0.3 സെക്കൻഡ്. അപ്പോൾ 0.2 ഗുണിക്കണം 30, 0 നിന്ന് 30 കുറച്ചാൽ -30 ഹരിക്കണം 0.3 എന്ന് വരും. ഈ പോയിൻറ്റിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മേലെയും താഴെയും 10 കൊണ്ട് ഗുണിച്ചാൽ മതി. മേലെയും താഴെയും 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മേലെ 10 കൊണ്ട് ഗുണിച്ചാൽ 2 ഗുണിക്കണം -30 ഹരിക്കണം താഴെ 10 കൊണ്ട് ഗുണിച്ചാൽ 30 എന്ന് വരും. അയ്യോ പോയി, 30 എന്ന് വരും. ഇനി മേലെയും താഴെയും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. താഴെ ഒരു 0 മേലെ ഒരു 0, താഴെ ഒരു 3 മേലെ ഒരു 3 വെട്ടിക്കളയാം. അല്ലെങ്കിൽ മേലെയും താഴെയും 30 ഉണ്ട്, വെട്ടിയേക്കാം. ബാക്കിയുള്ളത് ഒരു മൈനസ് അവിടെ കിടക്കുന്നുണ്ട്, ഒരു 2ഉം അവിടെ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബാക്കി ഉള്ളത് എടാ അത് -2 ബാക്കിയുള്ളത്. അപ്പോൾ -2 ന്യൂട്ടൺ ആയിരിക്കും ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ബലം എന്ന് പറയുന്നത്. തൽക്കാലം ഇതെല്ലാം അയച്ചിട്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മായ്ച്ചേക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ചോദ്യത്തിൽ എടാ ഇത് 2 എന്നാണ് എഴുതുന്ന ചില സാധനമൊക്കെ എഴുതാൻ ലേശം പ്രയാസമുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിൽ അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ടി സമം എത്രയായിട്ടാണ് മാറുന്നത് നോക്കൂ. അത് 0.2 സെക്കൻഡായി മാറുന്നത്. 0.2 സെക്കൻഡായി മാറിക്കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന ബലം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബലം കണ്ടുപിടിക്കാൻ ആകെ നമ്മുടെ കയ്യിൽ ഉള്ള ഒറ്റ സമവാക്യം നിലവിലുള്ളൂ. എടാ അത് എഫ് സമം എം എ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എം മാത്രമേ കയ്യിലുള്ളൂ, എ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എഴുതും എഫ് സമം എം എന്ന് പറഞ്ഞാൽ എം തന്നെ, വ്യത്യാസമില്ല. എക്ക് പകരം വി മൈനസ് യു ബൈ ടി. ഇനി എം എന്ന് പറഞ്ഞാൽ 0.2 കിലോഗ്രാമാണ്. 0.2 കിലോഗ്രാം ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ 0 കുറയ്ക്കണം യു മാറ്റമില്ല 30 ഹരിക്കണം ഇപ്പോൾ വന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്. അപ്പോൾ മേലെയും താഴെയും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. താഴെ ഒരു 0.2 ഉണ്ട്, മേലെ ഒരു 0.2 ഉണ്ട്. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് ആകെ ഒരാളെ ബാക്കിയുള്ളൂ. 0 കുറയ്ക്കണം 30. അപ്പോൾ 0 നിന്ന് 30 കുറച്ചാൽ നിങ്ങൾക്കറിയാം അത് -30 അപ്പോൾ -30 ന്യൂട്ടൺ ബലം എന്നാണ് ഇവിടെ വരിക. റെഡിയാണല്ലോ, നേരത്തേതിനേക്കാളും ഈസി ആയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സമയം വീണ്ടും മാറി. മൂന്നാമത്തെ ചോദ്യത്തിൽ 0.1 സെക്കൻഡ് സമയമായാലുള്ള കാര്യമാണ് പറയുന്നത്. നോക്കുക, എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് സമം എം എ മാറ്റമില്ല. എം എന്ന് പറഞ്ഞാൽ അത് 0.2, എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി. അപ്പോൾ 0.2 ഗുണിക്കണം വി 0 തന്നെയാണ്, യു 30 തന്നെയാണ്, ഹരിക്കണം ഇവിടുത്തെ ടൈം പറയുന്നത് നോക്കുക, അത് 0.1 സെക്കൻഡ്, 0.1 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ്. താഴെയും മേലെയും പോയിന്റ് കാണുന്നുണ്ട്. താഴത്തെ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി 10 കൊണ്ട് ഗുണിക്കുന്നു. താഴെ ചെയ്യുന്ന പരിപാടി തന്നെ മേലെയും ചെയ്യണം, മേലെയും 10 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംഖ്യ മൊത്തം മാറിയിട്ട് 2 ഗുണിക്കണം. നോക്കുക, ഈ 0.2നെ 10 കൊണ്ട് ഗുണിച്ച് അപ്പോൾ 2 എന്നായി. അതാണ് സംഗതി. അപ്പോൾ 2 ഗുണിക്കണം 0 നിന്ന് 30 കുറച്ചാൽ -30 ഹരിക്കണം താഴെ 0.1നെ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 എന്ന് വരും, ഹരിക്കണം 1. നോക്കുക, ഇനി 2 ഗുണിക്കണം -30 അറിയാം, 2നെ 30 കൊണ്ട് ഗുണിക്കുക, മൈനസ് കൊടുക്കുക. അപ്പോൾ -60 ഹരിക്കണം 1. ഹരിക്കണം 1 വന്നാൽ സാധാരണ നമ്മൾ എഴുതില്ല. അപ്പോൾ -60 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. -60 ന്യൂട്ടൺ, ഇത്രയാണ് ആൻസർ വരുന്നത്. അപ്പോൾ സ്ഥിരം പറയുന്ന പോലെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ. അവിടെ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അത് കാണാം.
കൺപോസിൽ അത് കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുണ്ടാവും. വീഡിയോ രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും നല്ല അതാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് പിൻ ചെയ്ത് അടിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം, കമൻറ്റിൽ പറയാവുന്നതാണ്. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങളെല്ലാം ബലത്തിൻ്റെ അളവ് നെഗറ്റീവ് ആണല്ലോ. അത് ഇപ്പോൾ അവസാനം കിട്ടിയ -60 കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുന്നേ -30 കിട്ടി, -20 കിട്ടി, എല്ലാത്തിൻ്റെ കൂടെയും മൈനസ് ഉണ്ടായിരുന്നു. ഇനി ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ബോൾ താഴേക്ക് ഇങ്ങനെ വീഴുകയാണ്. താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ബോളിനെ നമ്മളിവിടെ കൈവച്ച് ക്യാച്ച് ചെയ്യുന്നു, കൈ കൊണ്ട് പിടിക്കുന്നു. അങ്ങനെ പിടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബോളിൻ്റെ താഴേക്കുള്ള ഈ ചലനത്തിനെ എതിർക്കുന്ന രീതിയിലാണ് നമ്മളൊരു കൈവച്ചിട്ട് നമ്മൾ ബലം കൊടുക്കുന്നത്. അപ്പോൾ താഴേക്കുള്ള ബോളിനെ ആ ബോളിൻ്റെ ചലനത്തിനെ എതിർക്കുന്ന രീതിയിൽ മുകളിലേക്കാണ് നമ്മൾ ബലം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ചലനത്തിനെ എതിർക്കുന്ന രീതി, ഓപ്പോസിറ്റ് ദിശ, എതിർ ദിശ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവ് ചിഹ്നം കയറി വന്നിട്ടുള്ളത്. അല്ലാണ്ട് 0-നേക്കാൾ ചെറിയ ബലമാണ് കൊടുത്തത് എന്നുള്ള അർത്ഥം അല്ല. റെഡിയാണേ? അപ്പോൾ നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വസ്തു സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ്, എതിർ ദിശയിലാണ് ബലം പ്രയോഗിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി സി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, സി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് സത്യം പറഞ്ഞാൽ പാഠത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത 3-ാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. രണ്ടും ഒരേ സ്ലൈഡിൽ തന്നെയാണുള്ളത്. നോക്കാം എന്താ സംഗതി എന്നുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഈ ലൈന് നോക്കണമെന്നില്ല കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് കാരണം കണ്ടെത്തുക. 4 ചോദ്യങ്ങളുണ്ട്, 4 പോയിന്റുകളുണ്ട്. 4നും സത്യം പറഞ്ഞാൽ ഒരേ ആൻസറാണ് വരുന്നത്. നമ്മുടെ ആവേഗബലം, ബലത്തിൻ്റെ ആവേഗം എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഒന്നാമത്തെ, ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ ചലിക്കുന്ന പന്ത് പിടിക്കുന്നതിനോടൊപ്പം കൈ പുറകിലേക്ക് വലിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഫുട്ബോൾ കളിക്കാവുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബോൾ പിടിക്കുമ്പോൾ കൈ ഒന്ന് പുറകിലേക്ക് ചലിപ്പിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്ക്. പോൾ വാൾട്ട് പിറ്റിൽ ഫോം ബെഡ് ഇടുന്നു. എന്താണ് പോൾ വാൾട്ട്, അതുപോലെ എന്താണ് ഫോം ബെഡ് എന്നറിയണം. ഈ വലിയൊരു കമ്പ് ഓടി വന്നിട്ട് വലിയ ഒരു കമ്പിലിങ്ങനെ കുത്തിയിട്ട് ചാടുന്ന ഒരു പരിപാടിയില്ലേ, നമ്മൾ ഹൈ ജമ്പിനേക്കാൾ കുറച്ചും കൂടെ ഹൈറ്റിൽ ചാടുന്നത്, ഓടി വന്നൊരു കമ്പ് കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് ചാടുന്നത്. അങ്ങനെ ചാടുമ്പോൾ ഇയാൾ വന്ന് വീഴുന്നുണ്ടാവും ഒരു പഞ്ഞിക്കിടക്കേൻ്റെ മുള്ള. അതിനെയാണ് നമ്മൾ, ഈ പഞ്ഞിക്കിടക്കേനെ വിളിക്കുന്ന പേരാണ് ഫോം ബെഡ്. ഈ കളീനെ വിളിക്കുന്ന പേരാണ് പോൾ വാൾട്ട് കേട്ടോ. അപ്പോൾ പോൾ വാൾട്ട് ചാടിയിട്ട് അയാൾ അത്ലറ്റ് വന്ന് വീഴുന്നത് വെറും നിലത്തേക്കല്ല വീഴുന്നത്, ഫോം ബെഡിലേക്കാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വേണം. 4-ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാക്കറ്റുകളിൽ സ്പോഞ്ചോ വൈക്കോലോ ഒക്കെ നിറയ്ക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒറ്റ കാരണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് I സമം FT എന്നൊരു സമവാക്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബലം പ്രയോഗിക്കുന്ന സമയം കൂടുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം കുറയും. ഇനി നമ്മൾ പ്രയോഗിക്കുന്ന സമയം കുറവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഘാതം കൂടുതലായിരിക്കും. സമയം കുറയുമ്പോൾ ആഘാതം കൂടും, സമയം കൂടുമ്പോൾ ആഘാതം കുറയും. രണ്ടും ഓപ്പോസിറ്റാണ്, എതിരായിട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നോക്ക്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് ഒന്നിച്ച് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ ചലിക്കുന്ന പന്ത് പിടിക്കുന്നതിനോടൊപ്പം കൈ പുറകിലേക്ക് വലിക്കുന്നു. ഫുട്ബോൾ കളിയിൽ ഗോൾ മുഖത്തേക്ക് വരുന്ന പന്ത് ഗോളി പിടിക്കുന്നതിനോടൊപ്പം കൈകൾ പുറകിലേക്ക് ചലിപ്പിക്കുന്നു. രണ്ടും ഒരേ പോയിന്റ് തന്നെയാണ്. അപ്പോൾ എന്താ ഇവിടുത്തെ പരിപാടി? പെട്ടെന്ന് ഈ ബോളിനെ പിടിച്ച് നിർപ്പിച്ച് കഴിഞ്ഞാൽ കയ്യിലുണ്ടാകുന്ന ആഘാതം ഭയങ്കര കൂടുതലായിരിക്കും. കൈക്ക് ഭയങ്കര വേദന ഉണ്ടാവും. ആ വേദന ഒഴിവാക്കാൻ വേണ്ടി, വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൈ പുറകിലേക്ക് വലിക്കുന്നത്. കൈ പുറകിലേക്ക് വലിക്കുന്നതിനനുസരിച്ചിട്ട് അത് സത്യം പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോൾ നിശ്ചലമാകാൻ എടുക്കുന്ന സമയം കൂടും. പെട്ടെന്ന് നിശ്ചലമാകുന്നതിന് പകരം കുറച്ചധികം സമയം കിട്ടും. അങ്ങനെ കുറച്ച് അധികം സമയം കിട്ടിയാൽ, അല്ലെങ്കിൽ സമയം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഘാതം കുറയും. ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൈ പുറകിലേക്ക് വലിക്കുന്നത്. ഇനി ഫുട്ബോളിൻ്റെ ആണെങ്കിലും സെയിം കാര്യം തന്നെ. നേരത്തെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞതിന് പകരം ഫുട്ബോൾ എന്ന് പറയണം, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ്, പോൾ വാൾട്ട് പിറ്റിൽ ഫോം ബെഡ് ഇടുന്നു. നേരത്തെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാരൻ ബോൾ ക്യാച്ച് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഇവിടെ ഈ വന്ന് വീഴുന്ന അത്ലറ്റിനെ, കായിക താരത്തിനെ ആര് പിടിക്കുന്നു? ഫോം ബെഡ് പിടിക്കുന്നു, പഞ്ഞിക്കിടക്ക പിടിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നേരെ വന്ന് നിലത്ത് വീഴുന്നതിന് പകരം ഫോം ബെഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ഈ ഫോം ബെഡ് നല്ല തിക്കായിട്ടല്ല ഉണ്ടാവുക,
ആൾ വന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബെഡ് അങ്ങ് കുഴിഞ്ഞു താഴോട്ടേക്ക് അങ്ങ് കുഴിഞ്ഞു പോകും. എന്നുവെച്ചാൽ ഇങ്ങനെ ഈ ആളിനെ ആ അത്ലറ്റിനെ കായിക താരത്തിനെ ഈ ബെഡ് ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന പോലെ ഉണ്ടാവും. നേരത്തെ കൈ പുറകിലേക്ക് വലിച്ച പോലെ ഈ മേലെയുള്ള ഇത്രയും ഭാഗം അങ്ങ് കുഴിഞ്ഞ് താഴേക്ക് പോകും. സംഭവം ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കായിക താരം പെട്ടെന്ന് നിശ്ചലമാകാൻ എടുക്കുന്ന സമയം അത് മാറ്റിയിട്ട് നിശ്ചലമാകാൻ വേണ്ടി കൂടുതൽ സമയം കിട്ടും. അങ്ങനെ കൂടുതൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ സമയം കൂടുതലായാൽ ആഘാതം കുറയും. അപ്പോൾ വീഴുമ്പോഴുള്ള ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫോം ബെഡ് ഉപയോഗിക്കുന്നത്. സെയിം കാര്യം തന്നെയാണ് ഗ്ലാസ് പാത്രത്തിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. ഗ്ലാസ് പാത്രങ്ങൾ അല്ലെങ്കിൽ കപ്പ്, വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്ന ഗ്ലാസ്സൊക്കെ നിങ്ങൾ വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടാ അതിൻ്റെ ഇടയിൽ 2 ഗ്ലാസിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 ഗ്ലാസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം, ഇടയിൽ ഒന്നെങ്കിൽ തെർമോക്കോൾ, സ്പോഞ്ച് അല്ലെങ്കിൽ വൈക്കോൽ മിക്കവാറും വെക്കാറില്ല, സ്പോഞ്ച്, തെർമോക്കോൾ, കാർഡ്ബോർഡ് പോലെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുലുങ്ങുമ്പോൾ ഈ 2 ഗ്ലാസും തമ്മിൽ അങ്ങ് ഒരു കോണ്ടാക്റ്റ് വരും, ഒന്ന് തൊട്ടിട്ട് അങ്ങ് പോകും കുലുങ്ങുമ്പോൾ. അപ്പോൾ വളരെ ചെറിയ സമയത്തേക്കാണ് ഈ ബലം പ്രയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന ആഘാതം കൂടും. ചെറിയ സമയത്തേക്ക് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാതം കൂടുതലായിരിക്കും. ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഈ വൈക്കോൽ, സ്പോഞ്ച്, പഞ്ഞി പോലെയുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ 4 പോയിൻറ്റിനും ഒരേ ഉത്തരമാണ്. ഈ ഇക്വേഷൻ തലയിലുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ കൂടുമ്പോൾ ഇപ്പുറത്ത് കുറയും എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3-ാം ചലന നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിൻ്റ് 3 പോയിൻ്റ് ഉണ്ട്. 3നും നേരത്തെ പറഞ്ഞ പോലെ സെയിം ആൻസറാണ് വരുന്നത്. നോക്കിക്കോ. തോണി തുഴയുമ്പോൾ ജലത്തെ പുറകോട്ട് തള്ളുന്നു, പക്ഷേ തോണി മുന്നോട്ട് പോകുന്നു. എന്താ സംഗതി? 3-ാം ചലന നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. പുഴയാണെന്ന് വിചാരിക്കുക, അതിൽ തോണിയുണ്ട്. തോണിയിൽ ഇരുന്നിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പങ്കായം കൊണ്ട് പുറകിലേക്കാണ് തള്ളുക. ആ പങ്കായം എന്ന് പറഞ്ഞാൽ വലിയ കോലില്ലേ, ആ കോല് ഇട്ടിട്ട് ബേക്കിലേക്ക് തള്ളുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം 3-ാം ചലന നിയമപ്രകാരം നമുക്കറിയാം ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ പ്രതിബലം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കോട്ട് തുഴയണം, മുന്നോട്ട് സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ബേക്കോട്ട് സ്പീഡിൽ തുഴയണം. അതാണ് സംഗതി. ഇനി അടുത്ത പോയിൻ്റ് എന്താ? 1 കഴിഞ്ഞു. 2 റോക്കറ്റ് ലോഞ്ചിങ് സമയത്ത് എന്ന് വെച്ചാൽ റോക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് മേലോട്ട് പോകുന്നില്ലേ, ആ സമയത്ത് റോക്കറ്റിൻ്റെ ജ്വലന അറയിൽ ഇന്ധനം ജ്വലിച്ചുണ്ടാകുന്ന ഉയർന്ന മർദ്ദത്തിലുള്ള വാതകങ്ങൾ ഉന്നത വേഗത്തിൽ ഒരു ദിശയിൽ പോകുന്നു. പക്ഷേ റോക്കറ്റ് എതിർ ദിശയിൽ കുതിക്കുന്നു. ഒന്നുമില്ല, ഭയങ്കര സാഹിത്യം കലർന്ന് കിടക്കുന്നൊക്കെ പോലെയുണ്ട്. നമ്മുടെ റോക്കറ്റാണ് എന്ന് വിചാരിക്കാം. ഈ റോക്കറ്റിൻ്റെ അടിഭാഗത്ത് താഴെ ഭാഗത്തൊക്കെ എന്തുണ്ടാവും, കുറേ ഇന്ധനങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം ഈ റോക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത 3, 2, 1 കൗണ്ട് ഡൗൺ ഒക്കെ കഴിഞ്ഞാൽ റോക്കറ്റിൻ്റെ അടിഭാഗത്തു നിന്ന് താഴേക്ക് ഭയങ്കര ശക്തിയിൽ ഈ ഇന്ധനമൊക്കെ കത്തിയിട്ടുണ്ടാകുന്ന പുകയും സംഗതിയൊക്കെ വളരെ ശക്തിയിൽ താഴേക്ക് ഇങ്ങനെ പോകുന്നത് കാണാം. അതേസമയം ഇന്ധനങ്ങൾ മൊത്തം താഴേക്ക് പുകയും കാര്യങ്ങളൊക്കെ താഴേക്ക് പോകുമ്പോൾ റോക്കറ്റ് അതിനനുസരിച്ച് മുകളിലേക്കാണ്, അതിൻ്റെ എതിർ ദിശയിലേക്കാണ് പോകുന്നത്. എന്താ സംഗതി? വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാവും. താഴോട്ടേക്ക് ഈ പുകയും സംഗതിയൊക്കെ പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം. അതിൻ്റെ പ്രതിപ്രവർത്തനമാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുക എന്നുള്ളത്. ഈ പുകയൊക്കെ താഴേക്ക് പോകുന്നത് വളരെ മെല്ലെയാണെങ്കിൽ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നതും വളരെ മെല്ലെയായിരിക്കും. പകരം നല്ല സ്പീഡിലാണ് താഴോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ സ്പീഡിലായിരിക്കും റോക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടാവുക. അതാണ് അവിടുത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കരയ്ക്കടുത്തുള്ള തോണിയിൽ നിന്നും ഒരാൾ കരയിലേക്ക് ചാടുമ്പോൾ തോണി പുറകോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് കര എന്ന് വിചാരിക്കുക, ഇത് വെള്ളം. ഈ തോണിയിൽ നിൽക്കുന്ന ഒരാൾ കരയിലേക്ക് ഇങ്ങോട്ടേക്ക് ചാടുമ്പോൾ തീർച്ചയായിട്ടും തോണി പുറകിലേക്ക് പോകും. അപ്പോൾ ഇയാൾ മുന്നോട്ട് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു, തോണി പുറകിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ പ്രതിബലം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇയാൾ ചാടുമ്പോൾ തോണി പുറകിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് വരേണ്ടത്. പിന്നെ ബാക്കി നിങ്ങൾ കൈ നിറണ്ടേ. എഴുതുന്ന സ്റ്റൈൽ ഓരോരുത്തരും എഴുതുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്.
അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് ഈ പാഠമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലയാളം മീഡിയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇനി ചെയ്യാനുള്ളത് വിലയിരുത്താം എന്നുള്ള ഭാഗം. വിലയിരുത്താമിൻ്റെ പ്രത്യേകത, വിലയിരുത്താമിലുള്ള ക്വസ്റ്റ്യന് ഒന്നെങ്കിൽ നമ്പർ മാത്രം മാറ്റിയിട്ട് പരീക്ഷയ്ക്ക് വരും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വരും. ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ സത്യം പറയാം, അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വിലയിരുത്താം സ്കിപ്പ് ചെയ്തത്, വിലയിരുത്താം ഉറപ്പായും പഠിച്ചിട്ടേ പോകാവൂ. അപ്പോൾ അതിന് മുന്നേയുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വിലയിരുത്താൻ ചെയ്യാൻ പറ്റൂ, അതാണ് കണക്ഷൻ. ശരി, അത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വിലയിരുത്താം അടുത്ത വീഡിയോയിലായിട്ട് സെറ്റ് ചെയ്യും. 2-3 പാർട്ട് കൊണ്ട് അതും തീരും. അതോടെ നമ്മുടെ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട 3ാമത്തെ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.